യെസ്, നമ്മൾ മടങ്ങി വരികയാണ്. മടങ്ങി വരുമ്പോൾ ബേരി പാലം അതിന്റെ നിർമ്മാണം വേഗത്തിൽ മുന്നോട്ട് പോകുന്നതാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഒപ്പം രക്ഷാപ്രവർത്തനവും വേഗത്തിൽ നടക്കുന്നു. അല്പസമയം മുമ്പ് എസ് സനീഷ് കുമാർ ഉരുൾപൊട്ടൽ നേരിട്ട ഒരു വീടിനുള്ളിൽ എത്തുകയും അവിടെ നടന്ന ആ വീട്ടിൽ ആരാണുള്ളത് ഉണ്ടായിരുന്നത് എന്ന കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തു. ഇതാ ദൃശ്യങ്ങളിൽ കാണുന്ന ഇടങ്ങളാണ്. അവിടെ നമ്മൾ കണ്ടെത്തിയ ഒരു കാര്യം, ഒരു മെഡൽ കണ്ടെത്തി. ഒപ്പം തന്നെ ഒരു ഫുട്ബോൾ താരം, ഒഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിക്കുന്ന പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയുടെ അദ്ദേഹത്തിൻ്റെ മെഡലും ID കാർഡും അടക്കം നമ്മൾ കണ്ടെത്തി. സ്വാഭാവികമായും എല്ലാവർക്കും ആശങ്കയുണ്ട്, ആ കുടുംബത്തിലുണ്ടായിരുന്നവർ അപകടത്തിൽപ്പെട്ടോ എന്ന്. എന്തായാലും ഞങ്ങൾ ആ കുടുംബത്തിൽ ഉണ്ടായിരുന്ന ഈ ID കാർഡിൻ്റെ, ഈ മെഡലിൻ്റെ ഉടമ ബിബിനെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ബിബിൻ തന്നെ തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിബിൻ, സ്വാഗതം. എന്തായാലും ബിബിൻ എവിടെയാണ് ഈ അപകട സമയത്തുണ്ടായിരുന്നത്? സാറേ നമസ്കാരം. ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു ഉണ്ടായത്. അപകടം സംഭവിച്ചു. ആദ്യം 1:30 ആകുമ്പോൾ ഒരു പൊട്ട് വന്നപ്പോ ആദ്യം ഞാൻ ഒറ്റ കേട്ടത്, ഞാനാണ് ആദ്യം വാതിൽ തുറക്കണത്. വീടിന്റെ ഫ്രണ്ട് വാതിൽ തുറന്നതും വീട്ടിനുള്ളിലോട്ട് വെള്ളം കയറി. അപ്പോഴേക്കും ഞാൻ ചെറിയ കൊച്ചിനെ എടുത്തിട്ട് ഓടി എല്ലാവരും എഴുന്നേൽപ്പിച്ചിട്ട് പിന്നെ അപ്പോഴേക്കും എഴുന്നേറ്റ് എല്ലാവരും വന്നു നോക്കുകയും വെള്ളം ഉള്ളോട്ട് കയറിയതും പിന്നെ ഞാൻ കൊച്ചുങ്ങളെ രണ്ടുപേരും പിടിച്ചു. പിന്നെ വൈഫും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ വൈഫ് പ്രഗ്നന്റ് ആണ്. പിന്നെ അപ്പോഴേക്കും അച്ഛനും അമ്മയും എല്ലാവരും പിന്നെ വീട്ടിന്റെ മുകളിലോട്ട് എല്ലാവരും കയറ്റി അപ്പുറത്തെ ഇവരുണ്ടായിരുന്നു, അവരെയും കയറ്റി വീട്ടിൽ തന്നെ ഉണ്ടായത്. അപ്പൊ ഞങ്ങൾ ആദ്യത്തെ പൊട്ട് വെച്ച് പറഞ്ഞിട്ട് വീട്ടിന്റെ മുകളിൽ തന്നെ ഞങ്ങൾ നിൽക്കുകയായിരുന്നു. പിന്നെ രണ്ടാമത്തെ പൊട്ട് 4 മണി 4:15 ആ സമയത്ത് ആ പൊട്ടലിനാണ് നമുക്ക് വീടിന്റെ മുമ്പിലുള്ള, അതെന്തോ ഭാഗ്യത്തിൽ ദൈവത്തിന്റെ കുരുത്തം കൊണ്ട് ആ മുമ്പിലുള്ളവര് ആർക്കും അറിയാത്ത കുറച്ച് ആൾക്കാർ ഞങ്ങൾ വന്നിട്ട് പറഞ്ഞു, മേലിന്ന് വെള്ളം വരും നിങ്ങൾ. അപ്പൊ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഇത്രയും വലിയ സംഭവം വരുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് വരുന്നത്. ആ സമയത്ത് എന്താ പറയാ, ആ മുമ്പിലുള്ള വീട്ടുകാര് നമ്മുടെ പ്രശ്നമായിട്ടുള്ള സൗകര്യമൊക്കെ ആരെ കുരുത്തം കൊണ്ട് അവിടെ കഴിച്ചിലായി പോയി. അല്ലെങ്കിൽ അവരുടെ വീട് വന്നിട്ട് ഞങ്ങളുടെ വീടിന്റെ മുകളിലേക്കാണ് അടിച്ചത്. ബിബിനും കുടുംബമൊക്കെ ഇപ്പൊ എവിടെയാണുള്ളത്? അവിടെ ഞാൻ എന്താ പറയാ, വൈഫ് പ്രഗ്നന്റ് ആണ്. അവള് വീടിന്റെ മേലുള്ള നീരാണ്. പിന്നെ അച്ഛന്റെ മേത്തൊക്കെ തൂണൊക്കെ വീട് മൊത്തം എല്ലാവരും. അപ്പൊ ക്യാമ്പിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ലാത്ത കാരണം ഞാൻ വിംസ് ഹോസ്പിറ്റലെല്ലാം കാണിച്ച് ഇപ്പൊ വൈഫിന് ഇന്നലെ കൊണ്ടുപോയിട്ട് സ്കാനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ വലിയ കുഴപ്പമില്ലാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആൾക്ക് എന്താ പറയാ, നടക്കാനതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, നടുവിനൊക്കെ അടി കൊണ്ടിട്ട്. അപ്പൊ ഇന്നലെ ഞാൻ എന്താ പറയാ, ഞങ്ങൾ പോകുമ്പോ വീടെല്ലാം തകർന്നു പറഞ്ഞ് നമുക്ക് കയറി ഉള്ളുന്ന സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് വീടുണ്ടായത്. ഒരുപാട് പൈസ എന്താ വെച്ചാൽ ഈ സമയത്ത് പറയാൻ പാടില്ല. എന്നാലും ആർക്കും മറുപടി ഇല്ലാത്ത അവസ്ഥയാണ്. ആർക്കും കിട്ടുകയാണെങ്കിൽ തരണം. അതെ, ബിബിൻ അപകടം ഉണ്ടായ ശേഷം അവിടെ പോയിരുന്നോ? ഞാൻ ഇന്നലെ പോയിരുന്നു സാറേ. ഇന്നലെ ഞാൻ പോയിരുന്നു. ഞാൻ എന്താ വെച്ചാൽ നമ്മളെ പ്രൂഫും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയിരുന്നു. അപ്പോഴേക്കും വീടെല്ലാം തവിട് പൊടിയാക്കി കിടക്കുകയാണ് സാറേ. അതെ, ഞങ്ങൾ ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. അടുക്കള ഭാഗവും ആ ഫ്രിഡ്ജും നിങ്ങൾ പിറ്റേന്നത്തേക്കുള്ള ഭക്ഷണമൊക്കെ കരുതി വെച്ചിരുന്നത് എല്ലാം നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. അത് സാറേ എന്താ വെച്ചാൽ ഇന്നലെ ഞാൻ അതായത് നമുക്ക് ആകെ കിട്ടാവുന്ന ഇത് മാത്രമേ ഉള്ളൂ. നമ്മളെ പ്രൂഫും കാര്യങ്ങളും പിന്നെ ഉള്ള എന്താ പറയാ എടുത്ത് കയ്യിൽ ഒതുങ്ങുന്നത്. നമ്മൾ ഇത്ര കാലം സമ്പാദിച്ച ഒരു സമ്പാദ്യം പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. അതെടുക്കാൻ അങ്ങനെ പോയത്. ഒന്നുമില്ലാതെ. അതെ ബിബിൻ, ഇതിൽ ഞങ്ങൾക്ക് അവിടെ ഒരു മെഡലും ഒരു സെന്റ് സ്റ്റീഫൻസ് കോളേജ് സർട്ടിഫിക്കറ്റും കിട്ടി. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോ അച്ഛനെ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. അല്ല, ഈ കോളേജിൽ പഠിച്ചിരുന്ന ആരാ? ബിബിൻ തന്നെയാണോ? മുമ്പ് പഠിച്ചിരുന്ന പഴയ സർട്ടിഫിക്കറ്റ് ആണോ അത്? ഹലോ സാറേ, ഈ മുമ്പ് ഫുട്ബോളിനൊക്കെ ഉണ്ടായിരുന്ന ആരാണ്? ബിബിൻ തന്നെയാണോ? അല്ല, ഫുട്ബോളിൽ ഞാനില്ല. ഞാന് ഹലോ സാർ, ക്ലിയർ ആവുന്നില്ല എനിക്ക്. ഓക്കെ, പിന്നെ ബിബിൻ എന്റെ ഫോണെല്ലാം നഷ്ടപ്പെട്ടു. ഒന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെ മേപ്പാടി SBIയുടെ മാനേജറാണ് എനിക്ക് അവിടുന്ന് ID പ്രൂഫ്. നമുക്ക് വേറെ ഒന്നും കിട്ടാനില്ല ഒരു ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കാൻ. നമ്മൾ ആ മേഡം എനിക്ക് അവിടുന്ന് എന്താ പറയാ, നമ്മളെ ആധാർ കാർഡിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ എടുത്തു തന്നു. ആ മേഡത്തിന് ഒരുപാട് നന്ദിയുണ്ട്. പ്രത്യേകം പറഞ്ഞു. പിന്നെ ആ മേഡം എടുത്തു തന്ന അതിൽ വെച്ചിട്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്തുള്ളത്. എന്നിട്ടിപ്പോ ഒരു നമ്പറൊന്നും അറിയണമില്ല ആർക്കാണ് എന്താണ് വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് ക്ലിയർ ആവണില്ല. ഇതൊരു അങ്ങനത്തെ ഒരു ഫോണിലാണ് ഞാൻ പെട്ടിട്ടുള്ളത്. കാരണം നമുക്ക് ഒരു രൂപ പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന് അറിയില്ലേ, ആ അവസ്ഥയിലാണ് സാറ് പറഞ്ഞ എന്തൊക്കെയാണെന്ന് എനിക്ക് കേൾക്കുന്നുമില്ല. ബിബിൻ, ഒരു കാര്യം ഞാൻ പറയുന്നത് കേൾക്കാമോ? അതായത് ഈ അപകടം ഉണ്ടായപ്പോൾ നിങ്ങൾ എങ്ങോട്ടാണ് ഓടി മാറുന്നത്? അടുത്ത ഉയർന്ന പ്രദേശത്തേക്ക് ഓടി മാറുകയാണോ ചെയ്തത്? ഓടി മാറി സ്വന്തം വീടിന്റെ മുകളിലേക്ക് തന്നെയാണ് ഓടി കയറിയത്. വേറെ എവിടേക്കും പോകില്ല. ഓക്കെ, അപ്പം ചുറ്റുപാടും വെള്ളം വന്ന് നിറഞ്ഞോ? പിന്നെ എന്താണ് കണ്ടത്? പിന്നെ ചെളി വന്നിട്ട് നിറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ തൊട്ടപ്പുറത്തുള്ള രണ്ട് കുണ്ടപ്പനെയും
എന്റെ ജോയ്സരും അവരുടെ അമ്മയുണ്ടായിരുന്നു. പിന്നെ അവരുടെ വീട്ടിൽ പട്ടിക്കുട്ടിന് അവരൊക്കെ വലിച്ച് വീടിന്റെ മുകളിലേക്ക് കയറ്റി ചെയ്തത്. ഓക്കെ, അടുത്തുള്ളവരാരും അപകടത്തിൽപ്പെട്ടില്ല? എല്ലാവരും ഇങ്ങനെ വീടിന് അടുത്തുണ്ടായിരുന്നവർക്കും ഇങ്ങനെ മുൻകരുതൽ എടുത്തുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റിയല്ലേ? എങ്ങനെ സാർ ക്ലിയറാവില്ല? വീടിന്റെ അടുത്തുണ്ടായിരുന്നവർക്കും മുൻകരുതൽ എടുത്തു. അച്ഛനും അമ്മയും എല്ലാവരും ഞങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു. യെസ്, എന്തായാലും സുരക്ഷിതമായിരിക്കുക ബിബിൻ. എന്തായാലും നമുക്ക് ദുരന്തത്തിനൊപ്പം നിൽക്കാം. അയൽവാസികളെല്ലാം ദുരന്തത്തിൽപ്പെട്ട് നിൽക്കുകയാണ്. വല്ലാത്ത സാഹചര്യമാണ്. ഞങ്ങളിപ്പോൾ അവിടെ കണ്ട് ബിബിൻ്റെ വീടും പരിസരങ്ങളും ഒക്കെ ക്യാമറയിൽ പകർത്തി. വല്ലാത്ത അവസ്ഥയാണ് അവിടെ കാണാൻ കഴിയുന്നത്.